താനൂരിൽ ശുചിമുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെ വീട്ടമ്മയുടെ താലിമാല പൊട്ടിച്ചെടുത്ത് യുവാവ് രക്ഷപ്പെട്ടു. വീട്ടമ്മ പിന്നാലെ ഓടിയെങ്കിലും കള്ളനെ പിടികൂടാനായില്ല. താനൂർ കളരിപ്പടി യമുനാനഗറിലാണ് സംഭവം. ശുചിമുറിയിൽ നിന്നിറങ്ങുന്നതിനിടെ പൊടുന്നനെയാണ് മാല പൊട്ടിച്ചെടുത്തതെന്ന് കവർച്ചക്കിരയായ വീട്ടമ്മ കുറുക്കനാരി വീട്ടിൽ കൃഷ്ണകുമാരി പറഞ്ഞു. രാവിലെ ഒരു 6 മണിക്ക് എല്ലാവരും കഴിഞ്ഞിട്ട് എണീറ്റത്. 6 മണിയായ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ബാത്റൂമിൽ കയറിയതാണ്. അപ്പം ഇവിടെ ഒന്നും എനിക്ക് തോന്നിയില്ല. ചെറിയ ബാത്റൂം അപ്പുറം ചെറിയ മറവാണ്. സ്ട്രീറ്റ് ലൈറ്റ് എല്ലായിടത്തും ഉണ്ട് ഇവിടെ. നല്ല പകൽ പോലെ വെളിച്ചുള്ള സ്ഥലമാണ്. അപ്പൊ ഈ ബാത്റൂമിൽ അവൻ ചാരി നിന്നിട്ടിരിക്കണം. കയറിയപ്പോഴൊക്കെ അവൻ ഉണ്ടായിരിക്കണം. ഇറങ്ങിയതും ഈ കട്ടിലെന്തോന്ന് വന്ന് തടഞ്ഞാൽ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. പൊട്ടിച്ച് കാരണങ്ങളോ ഒന്നുമില്ല. സ്ട്രൈറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരാൾ ഓടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി കട്ടിലൊന്നും ശ്രദ്ധിച്ചില്ല. ഓടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ഓടിയിട്ടുണ്ടാവും എന്ന് വെച്ച് ഞാൻ പിറകെ ഓടി. പിന്നെ ശ്രദ്ധിച്ച കട്ടിലിൽ എന്തെങ്കിലും പോയിട്ടുണ്ടാവും. അവൻ വിളിച്ചതല്ല, ഞാൻ ഉറക്കെ വിളിച്ച കള്ളന്റെ പിറകെ ഓടി. എല്ലാവരും എണീക്കട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ പകുതി എത്തിയപ്പോൾ അവനെന്തേ റെയിലിന്റെ പക്കത്തേക്ക് എത്തിയത്. എനിക്ക് ഇരുട്ടും. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി മുസ്താത്തിനെ വീട്ടിലേക്ക് വിളിച്ച് കുറേ ആർത്ത്. കറക്റ്റ് ടൈമിലാണ് ആ ചാടി ടൈമായിരിക്കണം ട്രെയിൻ വന്നത്. ആ ട്രെയിനിന്റെ ശബ്ദത്തിൽ നമ്മൾ ശബ്ദം കൊണ്ട് പോയി. പിന്നെ എല്ലാവരും വന്ന് അപ്പോഴേ ആ സമയം ട്രെയിൻ വരുന്ന ടൈം നോക്കിയിട്ടാണ് ആ കറക്റ്റ് പ്ലാനിങ്ങും അതിലാരും സംഭവിച്ചത്. നമുക്ക് നോക്കിയെടുത്തുള്ളവരൊക്കെ നമ്മുടെ കൂടെ ഓടി വന്ന് ഏട്ടൻ വന്നു കളരിപ്പിടിക്കും. പക്ഷെ അവരെ എങ്ങോട്ട് പോയി എന്നുള്ളൊരു സ്ഥലം നമുക്ക് മനസ്സിലാവില്ല. CCTV ഇല്ല. പല സൈഡുകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് കയറിയിട്ടുള്ള ആളാണ്. ആ ഭാഗത്തെ കുറിച്ച് അറിയിട്ടുള്ളതാണ്. ഞാൻ വർക്കിന് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 6 മണിക്ക് എണീറ്റിട്ടുണ്ടാവും. അപ്പൊ ഇത് പേടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭയമാണ്. ഈ നാട്ടിലെല്ലാവർക്കും ഇന്നമ്മ തീർന്ന നാളെ വരില്ല എന്നുള്ളൊരു ഭയം എല്ലാവരിലും ഉണ്ട്. നമ്മൾക്ക് എന്താ സംഭവിച്ചത്, മറ്റുള്ളവരുടെ രണ്ടവനെ കണ്ടുപിടിക്കട്ടെ എന്നുള്ള ഇതിൽ പറഞ്ഞില്ല. പോലീസിനെ സംബന്ധിച്ച് പോലീസ് നല്ല സഹകരണമാണ്. അവരെ കണ്ടുപിടിക്കട്ടെ. അവർക്ക് തുമ്പ് കിട്ടുന്നില്ല. അവരെങ്ങനെ ചെയ്യണം ഒരു പ്രൂഫ് പോലും കിട്ടാണ്ട് ഇതാ സംഭവിച്ചിട്ടുണ്ട്. പുലർച്ചെ 6 മണിയോടെ വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ നിന്ന് ഇറങ്ങുന്നതിനിടെയായിരുന്നു കവർച്ച. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഞൊടിയിടയിലാണ് 2.5 പവന്റെ മാല കൈക്കലാക്കിയത്. കവർച്ചയുടെ ആഘാതത്തിൽ കൃഷ്ണകുമാരി ഒന്ന് പകച്ചെങ്കിലും ഉടൻ സമനില വീണ്ടെടുത്ത് കള്ളനു പിന്നാലെ ഓടി. തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നതും ജനവാസ കേന്ദ്രവുമായ സ്ഥലത്ത് നടന്ന കവർച്ച നാട്ടുകാരിൽ ഭീതി വളർത്തിയിട്ടുണ്ട്. നിലവിളിച്ചുകൊണ്ടാണ് യമുന കള്ളന് പിന്നാലെ ഓടിയത്. നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും സമീപത്തെ റെയിൽവേ ട്രാക്ക് വഴി കള്ളൻ രക്ഷപ്പെട്ടു. കള്ളൻ ട്രാക്ക് കടന്നയുടൻ ട്രെയിൻ വന്നതോടെ നാട്ടുകാർക്ക് മറ്റൊന്നിനും വഴിയില്ലാതായി. സംഭവത്തിൽ താനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. എഡിറ്റർ ലൈവ്, താനൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.